question which he has asked, come to my chamber. I will discuss with you in detail. This question does not relate to ASHA workers. This question relates to non-communicable diseases, and that I have answered elaborately. കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ്, സംസ്ഥാന ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ്. ശാസ്ത്രമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു, പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു, മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ, ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും എന്നുള്ള പറഞ്ഞതും വളരെ വ്യക്തമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിൻമെൻറ്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നുണകൾ ആവർത്തിച്ച് സത്യമാക്കി കളയാമെന്ന തന്ത്രങ്ങൾ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ കോണുകളും കൂട്ടുകൃഷിയോടെ നടത്തി വിളവെടുക്കുന്ന രീതി കേരളത്തിന് പുതിയതല്ല, പുതുമയുമില്ല അതിൽ. എന്നാലും ആശമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കും അന്തർനാടകങ്ങളും പരിധികൾ ലംഘിച്ച് നടമാടുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രത്തിന് ബാധ്യതയില്ലത്രേ. മറ്റൊരു സംസ്ഥാനത്തും നൽകാത്ത ഓണറേറിയം നൽകുന്ന കേരള സർക്കാരിനെ പ്രതിയാക്കുന്നു. വേട്ടക്കാരനായി ആശകളെ നിരാശയിലാക്കുന്ന കേന്ദ്രം ഇരകൾക്കൊപ്പം കണ്ണീരണിയുന്ന നാടകത്തിലും അതിശയമില്ല. കാരണം BJPയും മോദിയുമല്ലേ. ഒരു പഞ്ചായത്ത് വാർഡ് പോലുമില്ലാത്ത ശിവദാസ് ഘോഷികളും അരാജകവാദികളും നില ഉറപ്പിക്കാൻ പെടാപ്പാട് പെടുന്നതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വസ്തുതകൾ മറച്ചുവെച്ച് മോദിക്ക് ഈ കോൺഗ്രസ് എന്തിന് പരവതാനി വിരിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് എന്തിന് പരവതാനി വിരിക്കുന്നു എന്നതാണ് പിടികിട്ടാ സമസ്യ ഇപ്പോഴും തുടരേണ്ടത്, രാഷ്ട്രീയ ചോദ്യമായി ഉയരേണ്ടത്. പിന്നെ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗമായവർ സംസ്ഥാന മന്ത്രിക്ക് അനുമതി നൽകാത്തതിനും കുറ്റം സംസ്ഥാനത്തിന്. BJP മുതലാളിയുടെ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്കൊപ്പം ഇങ്ങനെ ഓടാൻ നാണമില്ലേ പാപ്പരാസികളെ നിങ്ങൾക്ക് എന്ന ചോദ്യവും രാഷ്ട്രീയ കേരളം ഉന്നയിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ആദ്യം AS സമ്പത്ത്, മുൻ MP, CPIM മുതിർന്ന നേതാവ്. ദീപ അനിൽ, കോൺഗ്രസ് വക്താവ്. പുഷ്കരൻ പാലക്കാട്, മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ M ജയചന്ദ്രൻ. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ ദീപ അനിലിലേക്ക്. ശ്രീ ദീപ അനിൽ, ആശമാരുടെ കാര്യത്തിൽ നിരാശ സമ്മാനിക്കുന്ന കേന്ദ്രത്തോട് ഒരു വാക്കും നോക്കും നിങ്ങൾക്കില്ല. ഇത് ഒരു രാഷ്ട്രീയ നാടകമായി, ഒരു അജണ്ടയായി ഇവിടെ നീങ്ങുന്നു. നിങ്ങൾക്കൊപ്പം ചില മാധ്യമങ്ങളും നിൽക്കുന്നു. പക്ഷേ അതുവഴി രക്ഷപ്പെട്ടു പോകുന്നത് ആരാണ് എന്ന രാഷ്ട്രീയ ചിന്ത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ്സിന് ഇല്ലാത്തതെന്ത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ആശമാർക്കെതിരെ CITUവിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആശമാർക്ക് വേണ്ടി രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്തുന്നതിന്റെ ആവശ്യം എന്താണ്? എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് CITU പ്രക്ഷോഭം നടത്തുന്നത്? ആശമാർക്കെന്നല്ല, തൊഴിലാളികൾക്ക് തന്നെ 700 രൂപ ദിവസവേതനമാക്കി കൊടുക്കണം എന്നുള്ള ആവശ്യവും അതിലുണ്ടല്ലോ. അത് ചോദിച്ചുകൊണ്ട് ആശാ വർക്കർമാർ കേരളത്തിൽ സമരം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ആശാ വർക്കർമാരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഇതെന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളോട്. ഇനി ഞാൻ പറയട്ടെ, UDF അല്ലല്ല, ചോദിച്ചു പോകല്ലേ. ഞാൻ ഒറ്റ ചോദ്യം അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. ഈ ആശമാരാരാണ്? റെയിൽവേ ജീവനക്കാർ. ശരിയാണ്, ഇവർ ജീവനക്കാരും വർക്കേഴ്സും അല്ല. എങ്കിലും ഞാനൊരു ഉദാഹരണത്തിന് പറയാണ്. റെയിൽവേ ജീവനക്കാർക്ക് അവകാശങ്ങൾ നേടാത്തതിന് കേരളത്തിലെ റെയിൽവേ ജീവനക്കാർ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുമോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് ദീപ അനിലും കോൺഗ്രസും പറയുന്നത്. അതെ, അത് കറക്റ്റാണ്. പയർ അഞ്ഞാഴി എന്ന് പോലും അല്ല, ബിസ്ക്കറ്റ് 10 എന്നാ പറയുന്നത്. താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് നേരെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? എവിടെ പുറംതിരിഞ്ഞു നിന്നോ? ദീപാനിൽ ഒന്ന് വഴങ്ങുമെങ്കിൽ, ഒരു 40 സെക്കൻഡ് ദീപാനിൽ ഒന്ന് വഴങ്ങുമെങ്കിൽ, ഒരു 40 സെക്കൻഡ് ദീപാനിൽ ഒന്ന് വഴങ്ങുമെങ്കിൽ കാണിക്കൂ. MP രാജേഷ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്
ആരാണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? എന്താണ് ഈ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ചെയ്തത്, LDF ഗവൺമെൻറ് ചെയ്തത്? രാജേഷ്, വാക്കുകൾ. MP രാജേഷ്. ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം 1000 രൂപയാണ്. 2015-16, 16-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 23 ഡിസംബറിൽ 7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ബലേഭേഷ്, ദീപാനിൽ 1000 രൂപയായിരുന്നു നിങ്ങൾ പോകുമ്പോഴുള്ള ഇവരുടെ ശമ്പളം, ഇവരുടെ എന്താണ് ഓണറേറിയം. ഇവരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് 1000 രൂപ. 1000 രൂപ. നോക്കൂ, അത് 16-ൽ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ അത് പിന്നീട് 1500, 4500, ഡിസംബറിൽ 7000 വരെ ആക്കി. ഇതാണോ LDF സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? ഇതാണോ സംസ്ഥാനം പുറംതിരിഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾ ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് ദീപാനിൽ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നവരുൾപ്പെടെയുള്ള ഇവർക്ക് 700 രൂപ ഓണറേറിയം ദിവസമായിട്ടുള്ള വരുമാനം അവർക്ക് 700 രൂപയാക്കി കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ദീപാനിലെ ഒന്ന് കേൾക്കൂ 500 രൂപയായിരുന്നു വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 500 രൂപയായിരുന്നു. 100 രൂപ കൂട്ടാൻ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു. ആ കണക്കിനാണ് ഇപ്പോൾ ഈ സർക്കാരും കൂട്ടിയിരുന്നതെങ്കിൽ അവർക്ക് 1800 രൂപയാകൂ. ഇന്ന് അവർ മേടിക്കുന്നത് 7000 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. ഇൻസെന്റീവ് അടക്കം 13000-ൽ കൂടുതൽ രൂപ അവർ വാങ്ങുന്നു. എന്നിട്ടാണോ ദീപാനിൽ കേന്ദ്ര സർക്കാർ ഇത്ര കുടിശ്ശികയാണ്? ഇത് ആരുടെ പദ്ധതിയാണ്? ആശ എന്നത് ആരുടെ പദ്ധതിയാണ്? മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അല്ല, കേന്ദ്ര സർക്കാരിന്റെ അല്ലേ? മൻമോഹൻ സിംഗ് ഇപ്പോ മൻമോഹൻ സിംഗ് അല്ലല്ലോ ഭരിക്കുന്നത്. എന്താണ് ആശ എന്നതിന്റെ ആശ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ആശ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? എന്തിനാണ് 700 രൂപ ഓണറേറിയം ദിവസ വരുമാനമായിട്ട് അവർക്ക് നൽകുമെന്ന് നിങ്ങൾ പറഞ്ഞത്? ദീപ 7000 രൂപ ഓണറേറിയമായും മറ്റ് ഇൻസെന്റീവുകൾ അടക്കം 13000 രൂപ അവർക്ക് ലഭിക്കുന്നുണ്ട്. 1. 2, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എത്ര രൂപയാണ് കുടിശ്ശികയായി? കോടിക്കണക്കിന്, ഏതാണ്ട് 600 കോടിയോളം രൂപ, ഇവരുടെ 100 കോടി ഉൾപ്പെടെ 600 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്. 2005-2006 അടക്കമുള്ള കാലത്തെ കുടിശ്ശിക പോലും, കേന്ദ്ര സർക്കാർ വരുത്തിയ കുടിശ്ശിക പോലും ഇപ്പോൾ അവർക്ക് വേണ്ടെന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം ദീപ കാണണം. എന്താണ് ഈ ആശാ വർക്കർ? ആശ എന്നതിന്റെ ഫുൾ ഫോം എന്താണ് ദീപ? എന്താണ് ആശ എന്നതിന്റെ ഫുൾ ഫോം? CITU-കാര് സമരത്തിന് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ മുഖം കാണുന്നത്. നിങ്ങൾ അല്ല, CITU ന്യായമാണെങ്കിൽ CITU അവർക്കപ്പോൾ ഉണ്ടാകുമായിരുന്നല്ലോ. അച്ഛനെയും അമ്മയും കൊന്ന പ്രതി ഞാൻ അനാഥനാണെന്ന് പറയുന്നത് പോലെയാണല്ലോ. എന്റെ പൊന്ന് ദീപ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അക്രഡിറ്റഡ് അല്ലല്ല ദീപ ഈ ആശാ വർക്കർമാർ ആരുടെ കീഴിലെ വർക്കേഴ്സാണ്? സ്കീം വർക്കേഴ്സാണ്. ആർക്ക് വേണ്ടിയാണ് ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നത്? ആരുടെ കീഴിലാണ്? ആശാ വർക്കറുടെ ഫുൾ ഫോം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. എന്റെ ദീപ, അക്രഡിറ്റഡ് ഹെൽത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നാണ്. സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഇവരുടെ ഫുൾ ഫോം. അതിന്റെ ഷോർട്ട് ഫോം ആണ് ആശ. ആണോ? ഈ ഹെൽത്ത് ആക്ടിവിസ്റ്റായി വർക്കറിൽ ഉൾപ്പെടുത്താതെ, എംപ്ലോയിയിൽ ഉൾപ്പെടുത്താതെ ഇവരെ സ്കീം വർക്കിലാക്കി തൊഴിലാളികളാക്കാതെ തുടർത്തുന്നത് ആരാണ്? അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതുകൊണ്ട് കേന്ദ്രമല്ലേ? അവർ തൊഴിലാളികളായി എംപ്ലോയി ആയാൽ മാത്രമല്ലേ അവർക്ക് അവകാശം ലഭിക്കൂ? അത് അവരെ ആക്കാത്തത് ആരാണ്? കാതലായ ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് തെന്നി മാറുമ്പോൾ 4 വോട്ടിൻ്റെയോ 4 പേരുടെ ഇപ്പോഴത്തെ പിന്തുണയ്ക്കോ വേണ്ടി കോൺഗ്രസ് ഇത് ചെയ്യുന്നത് സംസ്ഥാനത്തോടും വസ്തുതകളോടുമുള്ള അനീതിയാണ് ദീപാനിൽ. അത് VD സതീശനോട് കൂടിയാണ് കൈ ചൂണ്ടുന്നത് കേരളം. എനിക്ക് ഓവർ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ വയ്യ. താങ്കൾ എനിക്ക് മതിയായ സമയം തരുമെങ്കിൽ തീർച്ചയായും താങ്കൾക്കല്ലേ സമയം. പറയൂ താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ സമ്പത്ത് MP-യിലേക്ക് ഞാൻ ചോദിക്കുകയാണ് ഇവർ കേന്ദ്ര ഗവൺമെന്റിന്റെ
ഉത്തരവാദിത്തത്തിലുള്ളവരാണ്, ഇവർക്ക് ഞങ്ങളല്ല ഇവരെ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ 2021 പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിനാണ് 45ാമത്തെ ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട 50 പദ്ധതികളില് 45ാമത്തെ പദ്ധതിയായിട്ട് അല്ലെങ്കിൽ 44ാമത്തെയോ 45ാമത്തെയോ പദ്ധതിയായിട്ട് ഈ ഒരു കാര്യം എഴുതിയത് എന്തിനാണ്? 700 രൂപ ദീപാനിൽ അത് പ്രകാരമാണ് 7000 രൂപയോളം സംസ്ഥാനം വർദ്ധിപ്പിച്ചത്. ദീപാനിൽ അത് ഘട്ടം ഘട്ടമായി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനിയും അവർ കൂട്ടാൻ തയ്യാറാണെന്ന് പറയുന്നു. കേന്ദ്രം തരേണ്ട ഇൻസെന്റീവ് നൽകുന്നില്ല ദീപ. ഇതാണ് ഈ രാവിലെ മുതൽ വെളുക്കുവോളം പറയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ രാമായണം വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിക്കുന്ന പോലെയാണ് കോൺഗ്രസിന്റെ ചോദ്യം. അതെങ്ങനെ ഞങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നാൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാവും എന്നാണ് ധാരണയെങ്കിൽ അതെ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ല ചെയ്യുന്നത്. 4000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുത്തത് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു എന്ന് താങ്കൾ കുറച്ചു മുന്നേ പറഞ്ഞ കണക്കിലുണ്ടല്ലോ. 2ാം പിണറായി ഞാനല്ല, MP രാജേഷ് തന്നെ ആധികാരികമായി സഭയിൽ വെച്ച കണക്കാ. 1000 രൂപ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പറയണ പോലെ എല്ലാ വർഷവും ഇങ്ങനെ ഇവർക്ക് കൂട്ടിക്കൊടുത്ത് വരെ 2ാം പിണറായി സർക്കാർ വീണ്ടും ഞാൻ ആ ബൈറ്റ് കേൾപ്പിക്കും. MP രാജേഷ് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ പറഞ്ഞ കാര്യം മന്ത്രി MP രാജേഷ് രേഖയാണത്. അത് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി കാട്ടും. ഞാൻ ആ MP രാജേഷിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കൂ. ജനം കൂടി കേൾക്കട്ടെ, കോൺഗ്രസ്സുകാർ തന്നെ കേൾക്കട്ടെ. അവർക്കറിയാം, ഇതൊക്കെ ദീപയ്ക്കും അറിയാം. പിന്നെ എന്താണ് MP രാജേഷിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം 1000 രൂപയാണ് 2015-16. 16-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 23 ഡിസംബറിൽ 7000 ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇത് കേട്ടിട്ടും ദീപയ്ക്കും കോൺഗ്രസിനും കണ്ണും ചെവിയും തുറക്കുന്നില്ലെങ്കിൽ ഞാൻ സമ്പത്തിലേക്ക് കൂടി പോകുന്നു. അദ്ദേഹം ഒരുപാട് നേരമായിരിക്കുന്നു. നമ്മൾ ഏതാണ്ട് 13 മിനിറ്റിലധികമായി നമ്മളാ സംസാരിക്കുന്നത്. ശരി, ശ്രീ എ സമ്പത്ത്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആരോപണം, ഇതിൻ്റെ വസ്തുത എന്താണ്? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? യഥാർത്ഥത്തിൽ പറഞ്ഞു മടുത്തു പോകുന്ന ഒരു സന്ദർഭമാണിത്. വീണ്ടും അതേ വസ്തുതാ വിരുദ്ധതകൾ ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീ എ സമ്പത്ത്. ഇപ്പോൾ ആശാ വർക്കർമാരിൽപ്പെടുന്ന കേരളത്തിലെ 26,000-ത്തിലധികം വരുന്നതിൽ ഒരു 450-500ഓളം പേര് അവർ ഇപ്പോൾ പല സംഘടനകളുടെയും അല്ലെങ്കിൽ സംഘടനകളെന്ന് അവകാശപ്പെടുന്നവരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടേതായ ഒരു സമരം നടക്കുന്നുണ്ട്. ഈ 26,000-ത്തിലധികം വരുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ എന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ആശാ വർക്കർമാരെന്ന് നമ്മൾ പറയുമ്പോൾ വർക്കർ എന്നേ അല്ല. 2005-2006 യൂണിയൻ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായി അത് സംസ്ഥാനങ്ങളുടെ കൂടി നടത്തിപ്പും കൂടി ചേർത്ത് സെൻട്രൽ സ്കീമുകളായുള്ളത് കൂടാതെ തന്നെ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകൾ CS-ഉം CSS-ഉം ഉണ്ട്. അങ്ങനെ 65-ലധികം സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളുണ്ട്. അതിലൊരെണ്ണം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ ഇവരെ വർക്കർ എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം CITU 2024 ആണ്ട് ജൂലൈ മാസത്തിൽ അഖിലേന്ത്യാ വ്യാപകമായി ഒരു അവകാശ ദിനം ആചരിച്ചത് ഇത്തരത്തിലുള്ള സെൻട്രൽ സ്കീമുകളിലെയും സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളിലെയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള 1 കോടിയിലധികം വരുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർ, അതിൽ അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെ തൊഴിലാളിയായി അംഗീകരിക്കണം. തൊഴിലാളിയായി ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കണം. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ വർക്കർ, നമ്മളൊരു എംപ്ലോയി റിലേഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ എംപ്ലോയർ, ഇമ്മീഡിയറ്റ് എംപ്ലോയർ, ഇങ്ങനെ പല കാര്യങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായ ഒരു പരിപ്രേക്ഷ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഈ ആരാണ് ഒരു വർക്കർ ഉണ്ട് എങ്കിൽ, ഒരു എംപ്ലോയി ഉണ്ട് എങ്കിൽ ആരാണ് എംപ്ലോയർ? ഒരു തൊഴിലുടമയില്ലാതെ ഒരു തൊഴിലാളിയില്ല, തൊഴിലുടമയില്ലാതെ ഒരു ജീവനക്കാരിയോ ജീവനക്കാരനോ ഇല്ല. ഇവിടെ ആശാ വർക്കർ എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും ഇവരെ ആക്ടിവിസ്റ്റ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് 2005-6 മുതൽ അന്ന് അവർക്ക് അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വകയിരുത്തിയതായ പ്രതിമാസം അവർക്ക് നൽകുന്ന തുക
അത് ഞാൻ ശമ്പളമെന്നൊന്നും പറയുന്നില്ല, അതിന് കൂലിയൊന്നും പറയുന്നില്ല, അതിന് പ്രതിഫലമൊന്നും പറയുന്നത് ശരിയല്ല. അവർക്ക് ഓണറേറിയം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ നൽകുന്ന അതിൽ നിന്ന് ഒരു നയാ പൈസയുടെ വർധനവ് പിന്നീട് വന്ന UPA ഗവൺമെൻറ്റോ ഒന്നാം മോദി സർക്കാരോ രണ്ടാം മോദി സർക്കാരോ ഇപ്പോഴത്തെ സർക്കാരോ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല CI2 ഉൾപ്പെടെ എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായ INTUC ഉൾപ്പെടെ CI2വിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവർക്ക് പ്രതിമാസം 26,000 രൂപയായി അവർക്ക് പ്രതിഫലം നൽകണം എന്നും ഇവരെ ഇന്ത്യ ഗവൺമെൻറ് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ചർച്ച നമ്മളിവിടെ നടക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ പിന്തുണയിൽ അത്തരത്തിൽ അത് എഴുതി ചേർക്കാൻ കാരണം യശസ്വരീയനായ സഖാവ് സീതാറാം യെച്ചൂരിയാണ്. ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരെ ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളിയായി അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളെയെല്ലാം തൊഴിലാളി എന്നുള്ള അതിന് നിയമപരമായി തൊഴിൽ നിയമങ്ങൾ വല്ലാതെ പരിഷ്കരിക്കുന്നു എന്നവർ പറയുമ്പോഴും തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ്, അതെല്ലാം നടക്കുന്നുവെങ്കിൽ പോലും പരിമിതമായ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ ഈ LDFിൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് അതിൽ ചില ചർച്ചകളിലെല്ലാം ഇവരിങ്ങനെ പറയാറുള്ളൊരു കാര്യം, ഞാൻ LDFിൻ്റെ പ്രകടന പത്രികയിലെ ഖണ്ഡിക 890 തൊഴിൽ നയവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ കയ്യിൽ ആ പ്രകടന പത്രിക ഇരിക്കുകയാണ്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇന്ത്യയിൽ മിനിമം കൂലി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ വേണമെങ്കിൽ അതിനെല്ലാം പല ആക്ഷേപങ്ങളും നൽകാം. ശരിയാണ്, ഗുജറാത്തിൽ ഒരു അവിദഗ്ധ തൊഴിലാളിക്ക് 350 രൂപ പോലും ലഭിക്കാത്ത കാലത്ത്, 320 രൂപ പോലും UPയിൽ ലഭിക്കാത്ത കാലത്ത് കേരളത്തിൽ അവർക്ക് 800 രൂപയ്ക്കപ്പുറമായി അവിദഗ്ധ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതിഥി തൊഴിലാളികളടക്കം കേരളത്തിലേക്ക് ഒഴുകുന്നു. വെരി ഗുഡ്. ഈ ഖണ്ഡിക 891 അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർ എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞതുപോലെ അല്ല, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും ആരുടെ സ്കീം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഭാരം ഈ കേരളം ഏറ്റെടുക്കുകയാണ്. ഈ വർക്കേഴ്സ്, ഈ പറഞ്ഞ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. ഇത് പാരഗ്രാഫ് 891 പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുക. ഇപ്പം ഞാൻ വേറൊന്ന് ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ തനതായിട്ടുള്ള ഒരു പദ്ധതിയുടെ കീഴിൽ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഫയലുകൾ കൈകാര്യം ചെയ്ത ആളെന്നുള്ളതല്ല, SC പ്രൊമോട്ടർമാരും ST പ്രൊമോട്ടർമാരും ഉണ്ട്. SC പ്രൊമോട്ടർമാരും ST പ്രൊമോട്ടർമാരും അത് ഈ കേരള സംസ്ഥാനത്തെ സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു സ്കീമാണ്. വർഷങ്ങളായി തുടർന്ന് വരികയാണ്. എത്രയാണ് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ളത് ഓണറേറിയം? പ്രതിമാസം 10,000 രൂപ. കാട്ടിലും മേട്ടിലും എല്ലാം ഈ വിധത്തിൽ കയറി ഇറങ്ങി വീടുകളിലേക്ക് പോയി പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ കുട്ടികൾ, അവർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം അവരെ ഈ ഗവൺമെൻറ് 10,000 രൂപ നൽകും. ഇവിടെ ആശാ വർക്കർമാർ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന പട്ടികയിൽപ്പെടുത്തുന്ന ഈ ആളുകൾക്ക് 13,600 രൂപ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഇത് പറയുന്നത് വെറുതെ ഒരു കണക്കിന് വേണ്ടി പറഞ്ഞല്ല, കിട്ടിയ പല ആളുകളുടെയും രേഖകൾ കയ്യിലുള്ളത് കൊണ്ട് പറയുകയാണ്. അതിലെ 10,000 രൂപയും ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ളതാണ്. 13,600 രൂപയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ചില നേതാക്കളടക്കമുള്ള ഈ ആളുകൾ കൈപ്പറ്റിയിട്ടുള്ള 13,600 രൂപ എന്നുള്ളത് അത് വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വർദ്ധിപ്പിക്കേണ്ടത് അവിടെയാണ് ചോദ്യം. മറ്റൊരു സ്വകാര്യ ചാനൽ, ഞാൻ പേര് പറഞ്ഞോട്ടെ, താങ്കളുടെ അനുമതിയോ, റിപ്പോർട്ടർ ചാനലിൽ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അവിടെ തന്നെ ഈ കാര്യങ്ങൾ എഡിറ്റർമാരിരുന്ന് ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് തുറന്നു കാട്ടുകയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ന്യായയുക്തമായ ഒരു സമീപനം കൈക്കൊള്ളണം. അല്ലാതെ ഈ ഭാരം മുഴുവനും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവയ്ക്കലല്ല നടത്തേണ്ടത്. ഇന്ത്യയിൽ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിൽ നൽകുന്ന ധനസഹായം അവർക്ക് പ്രതിഫലമായി നൽകുന്ന, അതിന് നിങ്ങൾ എങ്ങനെ വേണോ വിളിച്ചോളൂ, എന്തായാലും അതിനെ ഒരു കാരണവശാലും ശമ്പളമെന്നും വേതനമെന്നും അതിന് പറയാനായി കഴിയില്ല. ഓണറേറിയമാണ്, അല്ല ഇൻസെൻറ്റീവ് അതിൻ്റെ കൂടെയുണ്ട്. ഇതിൽ വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ കേരളം. ഇന്നും കോൺഗ്രസ് അധികാരത്തിലുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഈ കേരളം നൽകുന്നത് പോലുള്ള സഹായം അവർക്ക് നൽകുന്നില്ല. ഈ സമരം ഇപ്പോൾ നടത്തുന്നത് എന്തിനെന്നറിയോ? ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ശക്തികൾ പല ആളുകളുമുണ്ട്. അതിനിപ്പോൾ UDF അത്തരത്തിൽ അവരെല്ലാം വന്ന് അവിടെ ഈ പറയുന്നത് പോലെ ഫോട്ടോ എല്ലാം എടുക്കൽ, അത്തരം കാര്യങ്ങൾ അതെല്ലാം നടത്തിക്കൊള്ളട്ടെ. അത് UDF അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എൻ്റെ ചോദ്യം, ദേശീയ ട്രേഡ് യൂണിയനുകൾ CI2 മാത്രമല്ല, INTUC ഉൾപ്പെടെയുള്ള സംസ്ഥാന യൂണിയനുകളുണ്ട്, STU ഉൾപ്പെടെയുള്ള അവരുടെ നിലപാടെന്താണ്?
അംഗീകൃത തൊഴിലാളി സംഘടനകൾ, ഉത്തരവാദിത്വമുള്ള തൊഴിലാളി സംഘടനകൾ, ആ തൊഴിലാളി സംഘടനകൾക്ക് ഒരു അനാർക്കിസ്റ്റ് നയം അത്തരത്തിൽ കൈക്കൊള്ളാനായി കഴിയില്ല. ആർക്കെതിരെയാണ് സമരം എന്നുള്ളത്, ആ സമരത്തെ സംബന്ധിച്ച് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഇവിടെ എന്താണ്, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വലിച്ചു കീറുക, അതാണല്ലോ പലതിലും, എൻ്റെ കയ്യിലേക്ക് അത് പലതും വന്നിട്ടുള്ളതാണ്, പല ആളുകളും അയച്ചിട്ടുള്ളത്, വലിച്ചു കീറുക എന്നുള്ളത്. അപ്പോൾ ചില മാധ്യമപ്രവർത്തകരെല്ലാം ഇത്തരത്തിൽ അവരെ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയുള്ള ചില ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമായി അവരുടെ കൂടെ എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം, ഞങ്ങൾ എഴുതി തരുന്ന പോലെ ആയിരിക്കണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണം മറുപടി എന്നുള്ള നിലയിലേക്ക്. അങ്ങനെ അല്ലല്ലോ ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ സമരത്തിൽ നിന്ന് ഇപ്പോൾ ഈ സമരം ദുരുപദിഷ്ടമായിട്ടുള്ള സമരമാണ്, ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ സമരം നടത്തേണ്ടത് രാജ്യത്തെമ്പാടും നടക്കുന്ന ഒരു വലിയ സമരമുണ്ട്. അതാ ഇനിയിപ്പോൾ ഒരു അഖിലേന്ത്യാ പൊതു പണിമുടക്കിലേക്ക് പോവുകയാണ്. അതിന് കരുത്ത് കൂട്ടുന്നതിന് പകരം അവിടെ അതിൻ്റെ കരുത്ത് ചോർത്തിക്കളയാനും ഇന്ത്യ ഗവൺമെൻറ്റിന് സംരക്ഷണത്തിൻ്റെ പരിച ഒരുക്കാനും ചില ആളുകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ചുവന്ന കൊടിയാണ് പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെല്ലാം ഇടതുപക്ഷമാണ് എന്നൊന്നും ഞാൻ പറയില്ല. സീതാറാം യെച്ചൂരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത ഇടതുപക്ഷ തീവ്രവാദം ചെന്നെത്തി നിൽക്കുന്നത് വലതുപക്ഷത്താണ് എന്നുള്ളത് ഇവിടെ ലെനിൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഇടതുപക്ഷ തീവ്രത ഒരു ബാലാരിഷ്ടത എന്ന രീതിയിൽ. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം ശ്രീ സമ്പത്ത്. ഇപ്പോൾ പാലക്കാട് പുഷ്കരൻ പാലക്കാട് കൂടിച്ചേരുകയാണ്. പുഷ്കരൻ പാലക്കാട്, ഇതിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത പാനൽ അംഗമാണ് താങ്കൾ. കാരണം ഒരു മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിലാണ് ഞാൻ താങ്കളോട് സമീപിക്കുന്നത്. എന്താണ് ആശമാരുടെ കാര്യത്തിലുള്ള വസ്തുത? സമ്പത്ത് വളരെ വിശദമായി അതിൻ്റെ കണക്കുകൾ സഹിതം വളരെ വ്യക്തമാക്കി വരച്ചിട്ടു. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ നിറം നൽകി അത് മാറ്റി നിർത്താമല്ലോ ഈ കോൺഗ്രസ് അടക്കമുള്ളവർക്ക്. ഇപ്പോഴതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, വസ്തുതകളെ രാഷ്ട്രീയത്തിൻ്റെ നിറം നൽകി മാറ്റി നിർത്തുക. എന്താണ് യഥാർത്ഥത്തിൽ ആശമാരുടെ കാര്യത്തിൽ? ആരാണ് ആശമാർ? എന്താണ് അവരുടെ പ്രവൃത്തി? അവർക്ക് ആരാണ് ഇൻസെൻറ്റീവ് നൽകേണ്ടത്? അവരെ ആരാണ് കരുതേണ്ടത്? കേരളത്തിലുള്ള കരുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ലഭിക്കുന്നുണ്ടോ? ശ്രീ പുഷ്കരൻ പാലക്കാട്. ബഹുമാനപ്പെട്ട XMP സമ്പത്ത് സാറ് എപ്പോഴും പറയാറുള്ളത് പോലെ സെൻട്രൽ ഗവൺമെന്റ് അല്ല, യൂണിയൻ ഗവൺമെന്റ് ആണ്. നമ്മുടെ രാജ്യത്ത് NRHM, അത് NHM ആണ്. അങ്ങനെ ഒരു സ്കീം യൂണിയൻ ഗവൺമെന്റ് ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രം പ്രവർത്തനം ആരംഭിച്ച ഒരു സംവിധാനമാണ് ആശാ പ്രവർത്തനം. ഇത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നേരത്തെ റൂറൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ NHM. അതെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും പ്രവർത്തിക്കുന്ന ആശമാരെ ഒരു തരത്തിലും ആശാ വർക്കർ എന്ന് പറയുന്നത് തന്നെ അവരുടെ നിയമന രീതിയോടും അവരുടെ പ്രവർത്തന സംവിധാനത്തോടും ഉള്ള നിഷേധമാണ്. അവരൊരിക്കലും തൊഴിലാളികളല്ല. ഒരു തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയിൽ ഈ വിഭാഗത്തെ കേന്ദ്ര ഗവൺമെന്റ് പെടുത്തിയിട്ടില്ല. ഒരു തരത്തിലുമുള്ള നിയമപരിരക്ഷ, തൊഴിൽപരമായ നിയമപരിരക്ഷ ഈ വിഭാഗത്തിൽ ലഭിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരിരക്ഷ ഈ വിഭാഗത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് സാധുതയുള്ളൂ. ഇപ്പോൾ അവര് വോളണ്ടറി വർക്കേഴ്സാണ്, അക്രഡിറ്റഡ് ഹെൽത്ത് ആക്ടിവിസ്റ്റ്, സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആശമാര് 2008 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച, കേന്ദ്ര ഗവൺമെന്റ് ഞാൻ തെറ്റായി പറഞ്ഞതിൽ സമ്പത്ത് സാർ ക്ഷമിക്കണം, യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ച വളരെ നാമമാത്രമായ ഓണററിയും ഇൻസെന്റീവുമായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. വളരെ നാമമാത്രമാണ്. ഇത് ഞങ്ങളുടെ കൈകൊണ്ട് അന്ന് കിട്ടിയിരുന്ന നാമമാത്രമായ ഇൻസെന്റീവ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അനുഭവങ്ങളുള്ള ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇവർക്ക് ആദ്യമായി ഫെസ്റ്റിവൽ ബത്ത കൊടുത്തത് ഏത് സർക്കാരിന്റെ കാലത്താണ്? താങ്കൾ അത് ഞാൻ ഇതിന്റെ പിന്നാലെ പറയാം. അപ്പോ വളരെ നാമമാത്രമായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്ന ഇൻസെന്റീവും. അതുപോലെ തന്നെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ബേസിലാണ് അവർ ചെയ്യുന്ന, നമ്മുടെ ആരോഗ്യവകുപ്പ് വ്യത്യസ്ത മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക്, അവർ നടത്തുന്ന സേവനത്തിന് ചെറിയൊരു ഇൻസെന്റീവ്, അതുപോലെ തന്നെ ചെറിയൊരു ഓണറേറിയവുമാണ് അവർക്ക് നൽകിയിരുന്നത്. ഈ ഓണറേറിയം 2016 വരെ വെറും 1000 രൂപയായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി 2016 ശേഷം വന്ന ഗവൺമെന്റുകൾ, വ്യത്യസ്ത വർഷങ്ങളിലൂടെ വർദ്ധിപ്പിച്ചാണ് 7000 രൂപ ഇൻസെന്റീവ് മാത്രമായിട്ട് ഈ വിഭാഗത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഫിക്സഡ് ഇൻസെന്റീവ് 3000 രൂപ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫിക്സഡ് ഇൻസെന്റീവിന്റെ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻസെന്റീവും ഓണറേറിയവുമായി കേരള ഗവൺമെന്റ്, അതുപോലെ തന്നെ ഓണറേറിയം, ഇത് രണ്ടും എല്ലാം കൂടി ചേർത്തിട്ട് ഏതാണ്ട് 10,000-ഓളം രൂപ, ഇന്ന് ആശമാർക്ക് 13,200 രൂപ വരെ വേതനം കിട്ടുന്ന ഒരാളിന് 10,000 രൂപയിലോളം
കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റാണ്. ഇതിനൊക്കെ പുറമെയാണ് 2009 ആദ്യമായിട്ട് ആശാപ്രവർത്തകർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അച്യുതാനന്ദൻ സർക്കാർ അല്ലേ? അങ്ങനെ പറയുന്നത് രാഷ്ട്രീയമല്ല, അന്നത്തെ ഗവൺമെന്റ് ഏതാണെന്ന് വ്യക്തമായി ഈ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 2009 VSR മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആശമാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് അനുവദിക്കുന്നത്. ആ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് എന്റെ കൈകൊണ്ട് വാങ്ങിച്ച ആശയുടെ സന്തോഷവും അവരുടെ ഒരു സംതൃപ്തിയും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ ഫെസ്റ്റിവൽ അലവൻസ് പിന്നീട് മെച്ചപ്പെടുത്തി വർദ്ധിപ്പിച്ച് അവർക്ക് ഗവൺമെന്റ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരാശയ്ക്ക്, നേരത്തെ ജയചന്ദ്രൻ സാർ മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 15 ദിവസത്തിൽ കൂടുതൽ അവരുടെ നിശ്ചിത ജോലി ചെയ്യേണ്ട ഒരാശയ്ക്കും ചുമതല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല. അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ ചുമതലകളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ പോലും 15 ദിവസത്തിലധികം പണിയെടുക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലെ ആശാപ്രവർത്തനത്തിൽ ഇന്ന് ഇല്ല എന്നുള്ളത് വർഷങ്ങൾ ഈ വിഭാഗത്തോടൊപ്പം പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ഒരാളെന്ന രീതിയിൽ എനിക്ക് വ്യക്തമായി തീർച്ചയായും. ശ്രീ എം ജയചന്ദ്രൻ, വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ആവർത്തിച്ച് ബോധ്യമാക്കിയിട്ടും BJP ബോധപൂർവം ഉറക്കം നടിക്കുന്നത് മനസ്സിലാക്കാം. അരാജകത്വം അജണ്ടയാക്കിയവർ, ഒരു വാർഡിൻ്റെ പോലും, ഒരു പഞ്ചായത്ത് വാർഡിൻ്റെ പോലും ഉത്തരവാദിത്തമില്ലാത്തവർ നടത്തുന്ന കുൽസിത ശ്രമങ്ങളെയും നമുക്ക് ആ അർത്ഥത്തിൽ കണ്ട് തള്ളിക്കളയാം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗഭാക്കാകുന്നവർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൻ്റെ KPCC അടക്കമുള്ളവർ ഇത് ബോധ്യമാകാതെ നീങ്ങുന്നതിൻ്റെ രാഷ്ട്രീയ അപകടം താങ്കൾ ചൂണ്ടിക്കാണിക്കണം. ഒപ്പം നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. ഇന്നലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ, മോദി സർക്കാരിൻ്റെ ഭാഗമായ കേന്ദ്രമന്ത്രി നദ്ദ ഒരു സംസ്ഥാന മന്ത്രിക്ക്, രണ്ടുപേരെയും തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്, ഈ നദ്ദയ്ക്ക് വേണ്ട എല്ലാ ചെലവും നൽകുന്നത് ഈ നാട്ടിലെ, കേരളം അടക്കമുള്ള നാട്ടിലെ ജനങ്ങൾ നൽകുന്ന നികുതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ മന്ത്രിയായി കാറിൽ പോകാനാകുന്നത്. അദ്ദേഹത്തിന് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ജനങ്ങൾ തിരഞ്ഞെടുത്ത, അദ്ദേഹത്തിനടക്കം ടാക്സ് അടയ്ക്കുന്ന, സർക്കാരിന് ടാക്സ് അടയ്ക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മന്ത്രിക്ക് സമയം അനുവദിക്കുന്നില്ല. അതിലും വലിയ തമാശ, അങ്ങനെ സമയം അനുവദിക്കാത്തതിലും കുറ്റം വീണ ജോർജിനും സംസ്ഥാന സർക്കാരിനും, ചില മാധ്യമങ്ങൾക്ക്, ചില BJP മുതലാളിത്തമുള്ള മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച്. ജയചന്ദ്രൻ. അതെ ജിംഷാദെ, ഇവിടെ കാണുന്നത് പിന്നെ അവർക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങളെന്തും പറയും, നിങ്ങളതനുസരിച്ചാൽ മതി, കേട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ആശമാരുടെ കാര്യമാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഞാൻ പിന്നെ ഈ മറ്റ് ചാനലുകളും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷെ അതിലേക്ക് ബോധപൂർവമാണ് അവരാരും വരാത്തത്. കാരണം ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നവർ ഈ പറയുന്നത് പോലെ പിന്നെ നമ്മുടെ ഈ തൊഴിലാളി എന്നുള്ള ബാഡ്ജില്ലാതെ അവർ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛ കൂടാതെയുള്ള പ്രവർത്തനമാണല്ലോ, അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർ ഇത് മുഴുവനും കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ അവരൊറ്റയ്ക്ക് നടന്ന് ചെയ്യുകയാണ് എന്നുള്ളൊരു പ്രതീതി നിർമ്മാണമാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. അടിസ്ഥാനരഹിതമാണത്. ഇവർ വാസ്തവത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് JPHN എന്ന് പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള JPHNമാരുടെ സഹായികളായിട്ടാണ് ഇവരെ പിന്നെ വിന്യസിച്ചിട്ടുള്ളത്. കേരളം മുഴുവനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ സഹായികളായിട്ട് വർക്ക് ചെയ്യുന്ന ഇവർ ഒരു മാസം 11 ദിവസം ഫീൽഡിൽ ജോലി ചെയ്യും. 4 ദിവസം പിന്നെ ക്ലിനിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ, സബ് സെൻ്ററുകളിൽ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ ഒക്കെ ആയിട്ട് ജോലി ചെയ്യണം. ഇങ്ങനെ 15 ദിവസമാണ് ഒരു ആശയുടെ പ്രവർത്തനം വിന്യസിച്ചിരിക്കുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. ആ ജോലിക്ക് നിശ്ചിതമായ കൂലി കൊടുക്കണം എന്നുള്ള ആവശ്യം CIT ഉൾപ്പെടെ ഇപ്പോൾ ഇന്ന് എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ, സമരമുണ്ടല്ലോ, നടക്കുന്നുണ്ട്. പിന്നെ വ്യാപകമായിട്ടുള്ള സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വശം തന്നെ ഇവരെ കരാർ തൊഴിലല്ല, പിന്നെ ഈ പറയുന്നത് പോലെ വളണ്ടിയർ സന്നദ്ധ പ്രവർത്തനം എന്നുള്ള ആ ചാപ്പ, ആ സീല് മാറ്റിയിട്ട് അവർക്ക് തൊഴിലാളികളാക്കണം. അതാരാക്കണം? സംസ്ഥാനത്തിന് കഴിയില്ല. നിയമനം കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് ദേശീയ ആരോഗ്യ മന്ത്രാലയമാണ്. അപ്പോൾ അതവർ ചെയ്യണം. അത് 700 രൂപ മിനിമം വേജ് വേണമെന്ന് ഇവരുടെ സമരസമിതിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം മിനിമം വേജ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പാസ്സാക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. അങ്ങനെ മിനിമം വേജ് ആക്കുകയാണെങ്കിലോ അത് 60-40 ആവും. അപ്പോൾ അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കണം ഓരോ ദിവസവും.
40% സംസ്ഥാനം കൊടുക്കണം ഓരോ ദിവസവും. അതിന് സംസ്ഥാനം തയ്യാറാണ്, കേന്ദ്രം തീരുമാനിക്കട്ടെ, സംസ്ഥാനം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ അല്ല അതിൽ മറ്റൊരു കാര്യം കൂടെ. പിന്നെ സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു വരാനിരിക്കുന്ന ഒരു പണിമുടക്ക് മെയ് മാസത്തിൽ 21-ാം തീയതി. അപ്പോൾ ആ പണിമുടക്കിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് അജിംഷാദെ പിന്നെ ലേബർ കോഡുകൾ എന്ന കരിനിയമങ്ങൾ എടുത്തു കളയണം എന്നുള്ളതാണ്. ലേബർ കോഡുകൾ വിതയ്ക്കാൻ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. അല്ല, അപ്പോൾ ഇതെല്ലാം സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വെച്ചിട്ട് കേന്ദ്രത്തിന് ഈസി ആയിട്ട് കൈ കഴുകാം. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ പെടലിക്ക് വെക്കണം. അതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ SUCയും RSSും BJPയും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന സമരത്തിനെ പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന പോലെ കോൺഗ്രസും UDFും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന് തലവെച്ച് കൊടുക്കാനുള്ള ഈ നീക്കം എത്രത്തോളം അപകടകരമാണെന്നുള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി എന്തെങ്കിലും ധാരണയുള്ള ആൾക്കാരൊക്കെ ഈ MP-മാരായിട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ ലോക്സഭയിലുള്ളവരിലുണ്ട്. അവരടക്കം ഇതൊന്നും തിരിച്ചറിയുന്ന പോലുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ദൗർഭാഗ്യം. ഈ ദൗർഭാഗ്യത്തിനിടയിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ ഗോളടിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ പറയുന്നത് കേട്ടു, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല, ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മന്ത്രി രാജേഷ് അപ്പം തന്നെ മറുപടി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ 2008 ഡിസംബറിലാണ് കേരളത്തിൽ ഈ പദ്ധതി തുടങ്ങുന്നത്. 2007 കേന്ദ്രം പാസ്സാക്കിയെങ്കിലും അതിനുശേഷം അടുത്ത വർഷം 2009 300 രൂപ ഫെസ്റ്റിവൽ അലവൻസ് വരുന്നത്. 2011 മുതൽ 2016 മാർച്ച് വരെയുള്ള കാലയളവിൽ ആകെ കൂട്ടിയത് 700 രൂപയും കൂടാണ്, 1000 രൂപ. ഈ 1000 രൂപ കിട്ടാനായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ആശാ വർക്കർമാർക്ക് സെക്രട്ടേറിയറ്റിൽ നടയിൽ 10 ദിവസം രാപകൽ സമരം നടത്തേണ്ടി വരുന്നത് നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. എന്നിട്ടാണ് ആ കുടിശ്ശിക കൊടുക്കുന്നത്. എത്ര? 1000 രൂപ ആക്കിയതിൻ്റെ കുടിശ്ശിക. അതിനുശേഷം ഓരോ വർഷവും 2016 LDF ഗവൺമെൻറ് വന്നതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഓരോ വർഷവും 1000 രൂപ വീതം കൂട്ടിക്കൊടുക്കുകയും 2023 ഡിസംബറിൽ അവസാനം 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിലാണ്. അങ്ങനെയാണ് 7000 രൂപയിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ. അത് ഓണറേറിയമാണ്. ആ ഓണറേറിയം കൂട്ടി ഞങ്ങൾക്ക് 21,000 രൂപയാക്കി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്നുള്ളത് ചോദിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ? ഇത് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെന്നേ കേന്ദ്ര സർക്കാർ, പക്ഷെ ചെയ്യില്ലല്ലോ. ചെയ്യില്ല എന്നുള്ളതിന് തെളിവെന്താണ്? ചെയ്യില്ല എന്നുള്ളതിന് തെളിവ് ഈ JP നദ്ദ നിരന്തരമായി പാർലമെൻറ്റിൽ പറയുന്ന മറുപടികളും മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കേരള ആരോഗ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കാതിരുന്ന സംഭവവുമാണ്. അപ്പോൾ അതിന് ഇന്ന് അദ്ദേഹത്തിന് ന്യായീകരണം ഞാനിത് അറിഞ്ഞില്ല എന്നാണ്. അതെങ്ങനെ അറിയാതിരിക്കും? കേരള ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ അങ്ങോട്ട് പിന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മെയിൽ അയക്കുന്നത്. ആ മെയിൽ വീണ ജോർജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തോട് ചോദിക്കണ്ടേ, കേരള ആരോഗ്യമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട് സർ, എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാതിരിക്കില്ലല്ലോ. എന്നിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷേ നഡ്ഡ പറയുന്നത് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉറപ്പായിട്ടുമോ കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ വട്ടം ഇരിക്കട്ടെ, നടക്കട്ടെ. പക്ഷെ അപ്പോഴും എന്താണ് ഇപ്പോൾ കാണാമെന്നൊക്കെ അനുവദിച്ചു എന്ന് നദ്ദ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അത്രേ. അത് വരേണ്ടതുണ്ട് അതിൻ്റെ വസ്തുതകൾ. അല്ല അത് വേറെ സംഗതികളുണ്ട്. വളരെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഇവർക്ക് പിന്നാലെ ആണല്ലോ അംഗനവാടി ജീവനക്കാർ തുടങ്ങിയിരിക്കുന്ന സമരം. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താ ചെയ്തെന്നറിയോ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്? അവർ അതിനെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ് സുപ്രീം കോടതി. ഗുജറാത്തിലെ എന്തിന്? ഈ അങ്കണവാടി ജീവനക്കാർക്ക് പാചക തൊഴിലാളികൾക്ക് ഇവർക്കൊക്കെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ BJPക്കാരും അവരുടെ വളരെ ശരിയായ ഒരു വാർത്തയാണ്. അത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. കാരണം ഗുജറാത്തിലെ ഇത്തരത്തിൽ നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ പോയിരിക്കുകയാണ് അവിടുത്തെ അംഗനവാടിക്കാർക്കെതിരെ. അവിടെ പക്ഷേ അംഗനവാടിയിൽ ഇവിടെ ലഭിക്കുന്നതിൻ്റെ 4/1 പോലും ഗുജറാത്തിലില്ല. എന്നിട്ടും അതിനെതിരെ കേന്ദ്രം പോയിരിക്കുകയാണ്. അംഗനവാടി ജീവനക്കാരുടെ അവകാശങ്ങൾക്കെതിരെ കേന്ദ്രം പോയിരിക്കുകയാണ്. ഇതൊക്കെ ദീപാനിലും കോൺഗ്രസും കേൾക്കണം. ദീപാനിൽ ഇനി പറയൂ, ഇന്ന് KC വേണുഗോപാൽ JP നദ്ദയോട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരാഞ്ഞു.
പക്ഷേ അദ്ദേഹം അതിന് മറുപടി പോലും പറയാൻ കൂട്ടാക്കിയില്ല. കേന്ദ്രത്തിലും ഇന്ത്യ മുന്നണി സ്പിരിറ്റുള്ളവർക്കുമൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ LDF സർക്കാരിനെതിരെ ഉള്ള കൊച്ച്, ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ചൊരുക്ക് കേന്തി, ഇതിൻ്റെയൊക്കെ ഭാഗമായി, സങ്കുചിതത്വത്തിൻ്റെ ഭാഗമായി ഈ പിണറായി സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയം എന്ന രീതിയിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ യശസ്സിനും കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടിയും ചെയ്യാത്തവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് താങ്കൾ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്കെതിരെയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും നിലകൊള്ളുന്നത്. ചരിത്രം നിങ്ങളോട് മാപ്പ് തരില്ല. ഇതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വസ്തുതാവിരുദ്ധമായി ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായി സർക്കാരിനോ ഏത് ഭരിക്കുന്ന പാർട്ടിയെയോ ചലിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ വിരുദ്ധത പറഞ്ഞ് മോദി സർക്കാരിന് വെള്ള പൂശരുത് കോൺഗ്രസ്. ശ്രീ ദീപാനിൽ, കാരണം വസ്തുത ഇത്ര വ്യക്തമാണ്. ദീപാനിൽ, ഇവിടെ ഒരു മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടി പറഞ്ഞത് താങ്കൾ കേൾക്കണം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ A. സമ്പത്ത്. അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. 400-450 പേരോ വരുന്ന ഒരു സമരമാണ് എന്ന് അദ്ദേഹം ഇതിനെ ഇത്ര താഴ്ത്തിക്കെട്ടി ഈ ഒരു സമരത്തിനെ പറയുമ്പോ ഞാൻ പറയുകയാണ്, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആദ്യ സമയങ്ങളിൽ 1500-ലേറെ പേരുടെ പേരിലാണ് ശ്രീ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അപ്പോ കള്ളക്കേസുകളാണോ എടുത്തത്? സമരത്തിൽ ഇല്ലാത്ത വ്യക്തികളുടെ കേസാണോ എടുത്തത്? ഇതൊക്കെ രേഖകളാണ്. ഇതൊക്കെ ഗവൺമെന്റിന്റെ കൂടെ കയ്യിലുള്ള രേഖകളാണ്. അല്ല ദീപാനിൽ, അതിനകത്തൊരു ഫാക്ച്വൽ എറർ ഉണ്ട്. കാരണം 27,000 ചില്ലുവാനമാണ് ആശന്മാരുടെ കേരളത്തിലെ അംഗസംഖ്യ. നമുക്ക് വേണമെങ്കിൽ പുഷ്കരനോട് ചോദിക്കാം, ശ്രീ പുഷ്കരനോട്. ഇതിൽ 26,000 ചില്ലുവാനം വരുന്ന പേരും, അതായത് 25,650 പേരും ജോലിയിൽ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർ കേന്ദ്ര സർക്കാരിനെതിരെ CITUവിന്റെ സമരത്തിലും അണിനിരന്നു. ആ കണക്ക് വെച്ചാണ് പറഞ്ഞത്. ഈ 26,000 പേരെന്ന് പറയാം നമുക്കൊരു റൗണ്ട് ഫിഗറിൽ. ഈ 26,000 പേരില് ഈ കേസ് എടുത്ത 1,500 പേര് വിട്ട് കഴിഞ്ഞാല് 23,500 പേരെ നമുക്ക് ഈ CITUവിന്റെ സമരപന്തലിൽ കാണാമല്ലോ അല്ലേ? തീർച്ചയായും അതുണ്ട്. അതങ്ങനെയല്ല. 25,650 പേര്, 23,000 അല്ല, 25,650 പേര്. ആശമാർ, ശ്രീ സമ്പത്ത്, പറഞ്ഞോളൂ ശ്രീ സമ്പത്ത്. ഒന്ന് വഴങ്ങോ ദീപ. 26,000 ഇതിപ്പോ ഇവിടെ 25,650 എണ്ണത്തെ സംബന്ധിച്ച് നമ്മളെക്കാൾ കൃത്യമായി പറയാൻ കഴിയുന്നത് ശ്രീ പുഷ്കരനാണ്. അദ്ദേഹം ഈ സർവീസിൽ ഉണ്ടായിരുന്ന ആളും ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ആയിരുന്ന ആളായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും രാഷ്ട്രീയക്കാരാണല്ലോ ദീപ. നമ്മൾ പറയുന്നത് എന്തായാലും ഈ ചർച്ച തീരുന്നത് വരെ ദീപ ഇവിടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അതിന് എത്ര തവണ കോഴി കൂവി തീർന്നിരുന്നാലും അത് തന്നെ ശരിയെന്ന് പറയും. ഇപ്പോൾ ഞാൻ ഈ കാര്യത്തിന്റെ വസ്തുതകൾ പറയും. ആ സമരവുമായി ബന്ധപ്പെട്ട് നിയമനിഷേധമോ അല്ലെങ്കിൽ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള പ്രകടനമോ അത്തരം കാര്യങ്ങൾ നടന്നാൽ അതിൽ കേസെടുക്കേണ്ടത് അത് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകുന്ന പോലീസിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് ചെയ്യുമ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകളെല്ലാം ഈ പറയുന്ന അക്രഡിറ്റഡ് വോളണ്ടിയർമാരാണ്, ആശാ വർക്കർമാരാണ് എന്ന് ദീപ തന്നെ പറയോ? ദീപ പറയോ? ആ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സത്യാഗ്രഹത്തിന് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ ഞാനൊന്ന് വായിക്കട്ടെ. ആ പേരുകൾ വായിച്ചാൽ അതിനകത്ത് ആശാ വർക്കർ അല്ല, ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളടക്കം നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. എന്താ, ആശാ വർക്കർ അല്ലല്ലോ? അപ്പൊ ഇവിടെ പലയിടത്തു നിന്നും ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ എല്ലാം ഈ വിധത്തിൽ അവരെല്ലാം ആശാ വർക്കറാണെന്ന് സ്വയം പ്രഖ്യാപിത ആശാ വർക്കർ ആയാൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളെല്ലാം ആശാ വർക്കറാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് വേറൊന്നും പറയാനായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFന്റെ സമരങ്ങൾക്ക് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും കൊണ്ട് പോകുന്നത് പോലെയാണ് എല്ലാ സമരവും എന്ന് സാറ് ധരിക്കരുതെന്ന് മാത്രമേ എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി സാറിനോട് പറയാനുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. സാറ് പറഞ്ഞു നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഇത്തരം ഒരു പോയിന്റ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സാറിന് കിട്ടിയത് എഡിറ്റഡ് ആയിട്ടുള്ള പ്രകടന പത്രിക ആയിരിക്കണം. സാർ അതിന്റെ ഒറിജിനൽ ഒന്ന് AKG സെന്ററിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കണം. അടിയന്തരമായി നടപ്പാക്കേണ്ട 50 ദിന പദ്ധതികളില് 44-ഓ 45-മത്തെയോ നമ്പർ സാർ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവരുടെ ദിവസ വരുമാനം 700 രൂപയാക്കും എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ
സാറിന് ഞാനത് നേരിട്ട് കൊണ്ടുവന്ന പ്രകടന പത്രികയിൽ ഞാനത് അണ്ടർലൈൻ ചെയ്ത് സാറിന് ഞാനത് കാണിക്കുന്നതാണ്, സാറിന്റെ സംശയം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പ്രകടന പത്രികയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് ശ്രീ ദീപാരിൽ ഇപ്പോ AKG സെന്ററും ഒക്കെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആർ ചന്ദ്രശേഖരൻ, അതായത് INTUC നേതാവ്, എന്താണ് ഈ ആശമാരുടെ കാര്യത്തിലെടുത്ത നിലപാട്? കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ ആണല്ലോ. വ്യക്തിപരമായല്ല, INTUC എടുത്ത നിലപാട് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഈ ശ്രീ ദീപാരിൽ ഇല്ല ശ്രീമതി ദീപാരിൽ ശ്രീമതി ദീപാനിൽ INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ് ആണ്, KPCCയുടെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തിപരമല്ലല്ലോ ദീപാനിൽ. അപ്പൊ INTUCയെ കോൺഗ്രസ് തള്ളി പറയുമോ? INTUC കോൺഗ്രസിനെ തള്ളി പറയുമോ? അല്ല, INTUCയെ കോൺഗ്രസ് തള്ളി പറയുമോ? INTUC എന്ന് പറയുന്ന സംഘടന പല ജില്ലകളിലും, കൊല്ലത്ത് ഉൾപ്പെടെ പല ജില്ലകളിലും ഈ ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അവർ സമരം നടത്തിയിട്ടുണ്ട്. ഏത് സമരത്തെ? കേന്ദ്ര സർക്കാരിനെതിരെ അത് CITU നടത്തുന്ന സമരമാണ്. ഇപ്പൊ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാനിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, INTUC എടുത്ത നിലപാട് ഈ ആശമാർ ഇവിടെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. കാരണം അവർ കേന്ദ്ര സ്കീമില് ഞാൻ ചോദിക്കുന്നു 13,600 രൂപ 13,000 അവർ സംസ്ഥാന ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് 700 രൂപ 4 വർഷമായിട്ട് അല്ല. തെറ്റ്. മിനിമം കൂലിയാണ് 700 രൂപ. ഇവർ വാങ്ങുന്നത് കൂലിയല്ല, ഇവർ വാങ്ങുന്നത് ഓണറേറിയമാണ്. ആ ഓണറേറിയം മറ്റുള്ള എല്ലാ സംസ്ഥാനത്തെക്കാളും കേരളത്തിൽ നൽകുന്നുണ്ട്. ഞാനൊരു ഒറ്റ ചോദ്യം ദീപയോട് ചോദിക്കുന്നു. 13,600 രൂപ ഓണറേറിയം ഇൻസെന്റീവ് ഇവർക്ക് നൽകുന്നതിൽ എത്രയാണ് സംസ്ഥാനം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? 13,600 രൂപയൊക്കെ ഓണറേറിയം കിട്ടുന്നത് വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ്. അത് അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ്. ഞാൻ ചോദിക്കുന്ന ദീപയോട് ഷാർപ്പായ ചോദ്യമാണ്. 13,600 രൂപ കേരളത്തിലെ ആശമാർ, ഈ ആക്ടിവിസ്റ്റുകൾ, സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ എത്ര രൂപയാണ് സംസ്ഥാനം നൽകുന്നത്? ദീപയ്ക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറയാം. 10,100 രൂപ സംസ്ഥാനം നൽകുന്നത്. 10,100 രൂപ. 60% നൽകേണ്ട കേന്ദ്രം നൽകുന്നത് 3,500 രൂപ മാത്രം. എന്നിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് മൗനം. INTUCയുടെ പാത പോലും നിങ്ങൾ പാലിക്കുന്നില്ല. INTUC എന്ന കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പാതകൾ പോലും നിങ്ങൾ അനുകൂലിക്കുന്നില്ല. ദീപ, ഇത് തൊഴിലാളി വഞ്ചനയാണ്. കോൺഗ്രസ് നടത്തുന്നത് മോദി പക്ഷ തൊഴിലാളി വഞ്ചനയാണെന്ന് ഇടതുപക്ഷം പറയുന്നതിന്റെ യുക്തി അവിടെയാണ് തെളിയുന്നത്. ഇടതുപക്ഷം പിണറായി വിജയൻ തൊഴിലാളി വിരുദ്ധനാണെന്ന് ഇടതുപക്ഷത്തിന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒളിഞ്ഞു പലരും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രകടന പത്രിക കൊടുക്കുമ്പോ എന്താണ്, അതൊക്കെ ഒരു പാർലമെന്ററി ആയ ചർച്ചയ്ക്ക് പറ്റിയതല്ല. എങ്ങാനും ബിരിയാണി കിട്ടുകയാണെങ്കിൽ ആ ബിരിയാണി ഞങ്ങൾ കൊടുത്തതാണെന്ന് പറയാം. അല്ലല്ല അതാണ് മുഴുവൻ മോദി സർക്കാരിന്റെ വാദങ്ങളാണ്. BJPയുടെ മോദി സർക്കാരിന്റെ വാദങ്ങളാണ് മൊഴി മാറ്റുന്നത് കോൺഗ്രസ് മുഴുവനും. ഇപ്പോൾ പറഞ്ഞതടക്കം അത് ലൈഫ് പദ്ധതിയുടെ കാര്യത്തിലടക്കം കോൺഗ്രസ് പല ഘട്ടങ്ങളിലും പറഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ദീപാനിൽ ലൈഫ് പദ്ധതിയിലടക്കം കേരള സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ പൊളിഞ്ഞു വീണതാണ്. വീണ്ടും അത് ആവർത്തിച്ച് നിങ്ങൾ സ്വയം രാഷ്ട്രീയ അപഹാസ്യരാകരുത്. ശ്രീ സമ്പത്ത്, ഞാൻ പുഷ്കരനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തോ ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ചില ഫ്രിഞ്ച് എലിമെന്റ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചില തീവ്രവാദി സ്വഭാവമുള്ള, അതുപോലെ തന്നെ ചില വർഗീയവാദ സംഘടനകൾ അവർ ബിഹൈൻഡ് ദ കർട്ടനൊക്കെ ഉണ്ട് എന്നുള്ള. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ഇത് തീരെ അറിയാത്ത ഒരാളൊന്നുമല്ല. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഞങ്ങളാണ് ആശാ വർക്കർ, അത് എങ്ങനെ ഈ പറയുന്ന ഇത് ഞങ്ങളിങ്ങനെ ഈ പറഞ്ഞപ്പോൾ ദീപ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ 550 അല്ല 600 അല്ല ഇനി 1000 ആണെന്ന് പറഞ്ഞാലും 26,000-ന് അപ്പുറമുള്ളതിൽ ഞങ്ങളാണ് എല്ലാം ശരി.
പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, UDF ആണ് പൊതുസമൂഹം എന്നുള്ളത്. ഞങ്ങളൊന്നും പൊതുസമൂഹമല്ല. ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാരും പൊതുസമൂഹമല്ല. ഞങ്ങൾ ചില മാധ്യമങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്ന അജണ്ട, ഞങ്ങളാണ് പൊതുസമൂഹം എന്നുള്ള നിലയിലേക്ക്. വേറെ ആരും പൊതുസമൂഹമല്ല. ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന ചില സഹോദരിമാരുണ്ട്. അതിലൊരു സഹോദരി ഈ ആശാ വർക്കറേ അല്ല, അറിയണം. മറ്റൊരു സഹോദരി നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിക്ക് എൻ്റെ കണക്ക് കയ്യിൽ ലഭ്യമായിട്ടുള്ളതാണ്. ഓണറേറിയം ഏറ്റവും ഒടുവിൽ കിട്ടിയത് 7000 രൂപ. അത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. പ്ലസ് ഇൻസെൻറ്റീവ് 5260 രൂപ. അതിൽ 40% സംസ്ഥാന സർക്കാർ വിഹിതം. അങ്ങനെ കൈപ്പറ്റിയത് 12260 രൂപ ഈ നിരാഹാരം കിടക്കുന്ന ഒരാളുടെ. മറ്റൊരാളുടെ ഓണറേറിയം 7000 രൂപ, പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം, പ്ലസ് ഇൻസെൻറ്റീവ് 3690 രൂപ. അതിൽ 40% സംസ്ഥാന സർക്കാർ വിഹിതം. അപ്പോഴും സംസ്ഥാന സർക്കാരിന് തന്നെ, കാരണം അതിൻ്റെ നേതൃത്വം LDF-നാണ്, ആ LDF-ൻ്റെ നേതൃത്വം CPIM-നാണ്, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് സഖാവ് പിണറായി വിജയനെതിരായി ഇത്തരം കാര്യങ്ങളാകട്ടെ എന്നുള്ളത്. നിങ്ങളിങ്ങനെ തന്നെ ആയിക്കോ. ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ന്യായമായ ഒരു സമീപനം കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് INTUC ഉൾപ്പെടെയുള്ള ദേശീയ ട്രേഡ് യൂണിയനുകളാണ് CITU-വിനോടും AITUC-നോടും AITUC-യും STU-വും ഉൾപ്പെടെയുള്ള BMS ഒഴികെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട്, SUCI-യിൽ ചേരുന്നുണ്ടോയെന്ന് അവർ പറയണം. ഇതിൽ ചേരാൻ തയ്യാറുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് മെയ് മാസത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പൊതുപണിമുടക്കമുണ്ട്. ആ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ അത്തരത്തിൽ രംഗത്ത് വരുമ്പോൾ അതിനെ പൊളിക്കാനായി ചില ആളുകൾ, അതിനെ പഞ്ചറാക്കാനുള്ള ശ്രമം നടത്തുന്നതിന് BJP-യുടെ ഏജൻറ്റുമാരായി ചില ആളുകൾ ഇറങ്ങുന്നത്. കേരളത്തിലായിരിക്കുമല്ലോ ശക്തമായ ഈ കാര്യത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാവുക, തൊഴിലാളികൾ അണിനിരക്കുക. ഇപ്പോൾ ഈ സമരത്തിൻ്റെ പുറകെ അവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ വന്നാൽ മതി. ഇത്തരത്തിൽ ഈ ഡെയിലി വേജസിനൊക്കെ അടക്കം പ്രവർത്തിക്കുന്നതായിട്ടുള്ള അത്തരത്തിൽ പലരും മാധ്യമപ്രവർത്തകരാണ്, ചാനൽ റിപ്പോർട്ടർമാരാണ് എന്നൊക്കെ പറഞ്ഞ അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ അത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പല പ്രമുഖ ചാനലുകളും പല മാധ്യമങ്ങളുമെല്ലാം. നിങ്ങളൊന്ന് നോക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുപണിമുടക്ക് നടക്കുമ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് കിട്ടുന്ന സ്പേസ് എന്നുള്ളത് തുലവും പരിമിതമായിരിക്കും. അതാണ് സംഭവിക്കുക. അതെ 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 കർഷകരുടെ ഈ പഞ്ചാബിലെ അടക്കം കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടിലേക്കാണ് പഞ്ചാബ് സർക്കാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തം ഒരു BJP ലൈനിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ള വിമർശനവും ഉണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒന്നുകൂടിയാണ് ഇത്. ദീപ, ശ്രീ പുഷ്കരൻ അത് ശരിയാണ്. അത് ശരിയാണ് കേട്ടോ. ഇത് പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണെന്നും കൂടെ ഇതിന്റെ അവതാരകനും മനസ്സിലാക്കണം. അത് ആ ബോധ്യമുണ്ട്. അത് 10-15 വർഷമായിട്ടുണ്ട് ആ ബോധ്യം. ശ്രീ പുഷ്കരൻ, അതായത് താങ്കൾ UDF കാലത്തും LDF കാലത്തും ഒക്കെ ഉദ്യോഗസ്ഥരായി ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത ആളാണ്. ഇപ്പോൾ റിട്ടയർ ആയെങ്കിലും ആരുടെ കാലത്താണ് ആശമാർക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാന വിഹിതം നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നൽകേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ കേന്ദ്രം എത്ര രൂപയാണ് ആ കാര്യത്തിൽ ആശമാർക്ക് അനുവദിച്ചിട്ടുള്ളത്? എത്രയാണ് കുടിശ്ശികയുള്ളത്? താങ്കളത് പരിശോധിച്ചിട്ടുണ്ടോ ശ്രീ പുഷ്കരൻ? ആശമാർക്ക് മെച്ചപ്പെട്ട വേതന വ്യവസ്ഥ, വേതനം എന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് ഇൻസെന്റീവും അതുപോലെ മെച്ചപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് എല്ലാ കാലവും. എന്റെ അനുഭവത്തിൽ UDF-ന്റെ കാലത്തും, അങ്ങ് പറഞ്ഞതുപോലെ UDF-ന്റെ കാലത്തും LDF-ന്റെ കാലത്തും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളെന്ന രീതിയിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ആശമാർക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഇടതുമുന്നണി ഭരിക്കുന്ന കാലത്താണ് എന്നുള്ളത് നിസ്തർക്കമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഓണറേറിയം, അതുപോലെ തന്നെ ഫിക്സഡ് ഇൻസെന്റീവ്, ഇത് കൂടാതെ തന്നെ ഈ ആശാവർക്കിൽ പെടാത്ത മറ്റു ചില പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കുന്നതിന് പ്രത്യേകമായി ഓരോ വീടിനും ഇത്ര രൂപ എന്ന കണക്കിലുള്ള വേതനം, ഇതിനൊക്കെ അവർക്ക് നൽകുന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണ്. ഞാനൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ ആകെ ആശമാരുടെ എണ്ണം 26,125. ഈ ആശാ പ്രവർത്തകർക്ക് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം ഏത് തൊഴിലാളിക്കും മെച്ചപ്പെട്ട വേതനം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സമരം നടത്തുന്ന ആശമാര് അവരുടെ സമരത്തിന്റെ ഫോക്കസ് അവര് ഈ സ്കീമിലേക്ക് വരാൻ ഇടയാക്കിയ ഗവൺമെന്റ് ഏതാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ്, ആ യൂണിയൻ ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് വരേണ്ട വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലേക്ക് നമ്മുടെ സമര സംവിധാനങ്ങളും സമര പ്രക്ഷോഭങ്ങളും മാറ്റേണ്ടതുണ്ട്. ആ രീതിയിൽ മാറിയെങ്കിലേ ആശമാർ ഇന്ന് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്
NRHM അല്ലെങ്കിൽ NHM എന്ന് പറയുന്ന സ്കീം അവസാനിപ്പിച്ചാൽ അതോടുകൂടി നമ്മുടെ ആശമാരുടെ പ്രവർത്തനവും രാജ്യത്തെമ്പാടും അവസാനിക്കും. അവർക്ക് ഒന്നും കയ്യിലില്ലാതെ പിരിഞ്ഞു പോകേണ്ട സ്ഥിതി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി വെക്കും. ആ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് എമ്പാടും നിലനിൽക്കുന്നത്. തീർച്ചയായും ഇതിനകത്ത് ഈ ദീപ അനിൽ പറഞ്ഞതിലെ ഒരു വസ്തുതാവിരുദ്ധത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആ മാനിഫെസ്റ്റോ എടുത്തിരിക്കുന്നു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കോവിഡ് കാലത്ത് മാറ്റിവെച്ച ശമ്പളവും DA കുടിശ്ശികയും കാശാക്കി 2021-22 നൽകും. മെഡിസെപ്പ് 2022 നടപ്പാക്കും. ശമ്പള പരിഷ്കരണം അത് 858 ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിലെ അനോമലി സംബന്ധിച്ച പരാതി. പങ്കാളിത്ത പെൻഷൻ റിപ്പോർട്ട്. തൊഴിൽ നയം ദീപാനിൽ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധത ബോധ്യമാകുന്നു. തൊഴിൽ നയം ആണ് ഈ ഇന്ദിരാഭവനിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കല്ലേ? നിർദ്ദേശങ്ങൾ പാലിക്കല്ലേ? അതാണ്ട് സമ്പത്ത് MP നേരത്തെ ex-MP സൂചിപ്പിച്ചതാണ്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളി വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇതാണ് പറയുന്നത്. കൃത്യമായിട്ടും തൊഴിലാളികളുടെ വേതനമാണ് അംഗനവാടി ജീവനക്കാർക്കും ഇത് ഓണറേറിയമാണ്. ഇവരെ തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിച്ചാൽ സംസ്ഥാനത്തിന് ഇതേ നടപടി സ്വീകരിക്കാം. എന്നാൽ പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് 60% കേന്ദ്രം തരണം. പക്ഷെ പോട്ടെ, ഇവരെ തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിക്കൂ എന്നൊരു വാക്ക് കോൺഗ്രസ് പറയുന്നില്ലല്ലോ. VD സതീശൻ പറയുന്നില്ലല്ലോ. ദീപ INTUC കണ്ടുപിടിക്കൂ. ഞാൻ ഈ മാനിഫെസ്റ്റോടെ തന്നെ സമഗ്രതയിലേക്ക് എത്താം. തീർച്ചയായും ദീപാനിലേക്ക് തന്നെ. ദീപാനിൽ തൊഴിൽ നയം പ്രകാരം നിങ്ങൾ കോൺഗ്രസ്സുകാരും ഒക്കെ പലവട്ടങ്ങളിലായി പ്രചരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധതകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒന്നുകൂടിയാണിത്. അതായത് മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ. അതായത് 890 തൊഴിൽ നയം, അതാണ് 890 മിനിമം കൂലി. നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ചതാണ്. താങ്കൾ അപ്പോഴും തർക്കിച്ചു AK സെൻറ്ററിൽ നിന്ന് വാങ്ങുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് AK സെൻറ്ററിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. തൊഴിൽ നയം 890 മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ദാ ഓണെയറിൽ സ്ക്രീനിൽ കാണാമത്. ദീപ 891 അംഗനവാടി ജീവനക്കാർ ഇവിടെ വരൂ 891 അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നേഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. അതാണ് 1000 രൂപയിൽ നിന്ന് 7000 രൂപയായി കൂട്ടിയത്. അവരവരുടെ വാഗ്ദാനം പാലിച്ചു. ഇനിയും കൂട്ടും. പക്ഷെ കേന്ദ്രത്തിന്റെ വിഹിതം വാങ്ങിച്ചെടുക്കാൻ സമരം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോൺഗ്രസ് എന്ന സമ്പത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ചോദ്യം രാഷ്ട്രീയ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ദീപാനിലും കോൺഗ്രസും ശിവദാസ് ഘോഷികളും മറുപടി പറയേണ്ടത് ഇവിടെയാണ്. ഇതാണ് രാഷ്ട്രീയ ചോദ്യം. മറുപടി പറയുമോ ദീപ? 2021 ശേഷം 1000 രൂപയാണ് 2021 പ്രകടന പത്രികയാണ് ഇപ്പോ വായിച്ചത്. അതിനുശേഷം വെറും 1000 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. ആയിക്കോട്ടെ, നിങ്ങളുടെ കാലത്ത് 500 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി സർക്കാർ വരുന്ന ഘട്ടത്തിൽ 1000 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ദീപ അഡ്രസ് ചെയ്യാതെ പോകല്ലേ. 500 രൂപ VS ശിവകുമാറിന്റെ കാലത്ത് ലഭിച്ചത് 500 രൂപ. 100 രൂപ കൂട്ടാൻ അവർ സമരം ചെയ്തു. പിണറായി സർക്കാർ വരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 1000 രൂപ. ഇപ്പോൾ ആ കണക്കിന്, അതായത് VS ശിവകുമാറിന്റെ UDF കാലത്തെ കണക്കിന് കൂട്ടിയാൽ ഇപ്പോൾ 1800 ആകൂ. ആ കണക്കിന് നിങ്ങൾ കൂട്ടിയതുപോലെ. പക്ഷേ 7000 സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡിസംബറിൽ നൽകിയത്, അല്ലെങ്കിൽ ഡിസംബറിൽ കൂട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി 1000 രൂപയിൽ നിന്നും 7000 രൂപയാണ് 2023 ഡിസംബറിൽ കൂട്ടിയത്. അത് സംസ്ഥാനമാണ്. അപ്പോൾ നിങ്ങളുടെ കണക്കനുസരിച്ച് കൂട്ടിയാൽ 1800 ആകുമായിരുന്നുള്ളൂ. ഇപ്പോൾ 7000 ആയില്ലേ? അത് ഇനിയും കൂട്ടാൻ സംസ്ഥാനം തയ്യാറാണ്. ഈ ആശമാർക്കൊപ്പമാണല്ലോ സംസ്ഥാന സർക്കാർ. പക്ഷേ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യുമോ കോൺഗ്രസ്? ഇതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നമുക്കൊരു മറുപടി പറയാനുള്ള ഒരു സ്പേസ് തരൂ. മറുപടി പറയാനുള്ള സ്പേസിൽ ഒന്നും മറുപടി ദീപ അനിൽ പറയുന്നത് മുഴുവൻ മോദിയെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് എപ്പോഴും നിങ്ങൾ അങ്ങനെയാണല്ലോ. ഇടതുപക്ഷത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് മോദിയെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വായ അടപ്പിക്കുകയാണല്ലോ നിങ്ങളുടെ ഒരു സ്ഥിരം പതിവ്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു എന്റെ പതിവല്ല, ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്.
ഒരു പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചു. 2005 മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നു. ആശാ വർക്കർമാർ എന്ന രീതിയിൽ സമൂഹത്തിലെ ആരോഗ്യ രംഗത്ത് സ്ത്രീകളുടെ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ഇത് കൊണ്ടുവന്നു കഴിയുമ്പോ അതില് അങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്ന് 400 രൂപയായിരുന്നു ഓണറേറിയമായിട്ട് പറഞ്ഞത്. അന്ന് ഇവരുടെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് വെറും 2 മണിക്കൂറായിരുന്നു. അന്ന് ഇവർക്ക് പ്രവർത്തനത്തിന് മാനദണ്ഡങ്ങളില്ലായിരുന്നു. ഇവർക്ക് മറ്റു ജോലികൾ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതാണ് എം ജയചന്ദ്രനും പുഷ്കരനും പറഞ്ഞത് താങ്കൾ കേട്ടില്ല. ശ്രീ എം ജയചന്ദ്രൻ ഇവർക്ക് വേറൊരു കള്ളപ്രചരണമാണ്. ഇവർക്ക് ജോലി ചെയ്യാൻ സമയം നൽകാത്ത വിധമാണ് കേരളം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. എന്താണ് അതിൻ്റെ വസ്തുത? 11+4 15 ദിവസമേ ഒരു മാസത്തിൽ ഇവർക്ക് ജോലി ചെയ്യേണ്ടതുള്ളൂ അല്ലേ ശ്രീ എം ജയചന്ദ്രൻ? താങ്കൾ അതിന്റെ കണക്കൊക്കെ വളരെ വിശദീകരിച്ച് കൈരളിക്ക് അടക്കം നൽകിയതാണ്. ഈ നിഷ്പക്ഷതയുടെ ഉടുപ്പുമിട്ട് ഇടതുപക്ഷക്കാരെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പതിവ് ഡാറ്റാസ് ഇവര് അന്വേഷിക്കാറുണ്ടോ? എന്തോ അല്ല, ഇതിപ്പോ ചോദ്യം എന്നോടല്ലേ? അതെ പറയൂ ശ്രീ ജയചന്ദ്രൻ സാർ. എന്റെ നാട്ടിലെ ആശാ വർക്കേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്തറിഞ്ഞു. അല്ല ഇതിന്റെ നാട്ടിലെ സ്വന്തം ഇതിന്റെ ശ്രീ ജയചന്ദ്രൻ താങ്കൾ പറയൂ. സമ്മതിക്കില്ല എന്നുണ്ടോ? അതെ ശ്രീ എം ജയചന്ദ്രൻ പറയൂ. അല്ല ഇതിന്റെ അകത്ത് ഒരു കാര്യമേ ഉള്ളൂ, ഒരു നിലപാടേ ഉള്ളൂ ഇതിന്റെ അകത്ത്. സംസ്ഥാന സർക്കാരിന് എന്താണ് നിലപാടെന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ അന്വേഷിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലവിലുള്ള ഓണറേറിയം ഈ കൂട്ടിക്കൊടുക്കാനായിട്ട് നിലവിൽ സംസ്ഥാന സർക്കാർ അത്ര ഒരു ആലോചന ഇപ്പോൾ നടത്തുന്നില്ല. അത് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമായിട്ട് എം പി രാജേഷ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ പറയാം, ആനുപാതികമായി സംസ്ഥാന സർക്കാരും കേരളത്തിൽ വർദ്ധിപ്പിക്കും. അതല്ലാതെ കൊണ്ടൊന്നും പേടിച്ചോടി മുട്ടുമടക്കി 700 രൂപ വെച്ച് ഒരു ദിവസം വാങ്ങിച്ചു കളയാം എന്നുള്ള ഒരു വ്യാമോഹവും ആർക്കും വേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്നുണ്ട്, നേതാക്കളും പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. അതല്ലാതെ എന്തെങ്കിലും വേണമെങ്കിൽ നേരെ സമീപിക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റിനെയാണ്. അവരാണ് 700 രൂപ വെച്ച് മിനിമം വേജ് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെന്നെങ്കിൽ ഏറ്റവും എളുപ്പമല്ല കാര്യങ്ങൾ. 700 രൂപ വെച്ച് ഡെയിലി അതിൽ 60% യൂണിയൻ ഗവൺമെൻറ്, 40% സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെ ആക്കാമല്ലോ. അങ്ങനെയാണല്ലോ വരേണ്ടത്, അങ്ങനെയാണല്ലോ. അതല്ല ഇവിടെ പ്രകടന പത്രികയിൽ എന്തോ മഹത്തായ അപരാധം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ 890 891 ആവർത്തിച്ച് വായിക്കേണ്ടി വരും. എത്ര ആവർത്തിച്ച് വായിച്ചാലും ഇവരിത് മനസ്സിലാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നിലപാടിൽ ഉറച്ച് മുമ്പോട്ട് പോവുക സർക്കാർ എന്നുള്ളത് സർക്കാരിന് ചെയ്യാൻ പറ്റൂ. വിമർശനം തീർച്ചയായും സമയപരിധി കഴിഞ്ഞു. എന്നാലും ഒരു അരമിനിറ്റിൽ ശ്രീ സമ്പത്ത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കാരണം ഇപ്പോൾ TP രാമകൃഷ്ണൻ അടക്കം LDF അടക്കം പറഞ്ഞിട്ടുണ്ട് ആശമാർക്കൊപ്പമാണ്, അവർക്ക് വേണ്ട സൗകര്യം നൽകണമെന്നാണ് എല്ലാ തൊഴിലാളി വർഗത്തെയും പോലെ. പക്ഷേ അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൻ്റെ വിഹിതം നൽകണം. 60% കേന്ദ്രവിഹിതം നൽകിയാൽ 40% നൽകാൻ തയ്യാറാണ്. 13,600 രൂപ ശ്രീ സമ്പത്ത്, 13,600 രൂപയിൽ 10,100 രൂപയും സംസ്ഥാനമാണ് നൽകുന്നത്. എന്നിട്ടും ഇനി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. അദ്ദേഹത്തിനൊന്ന് ചെവി കൊടുക്കാം നമുക്ക്. ശ്രീ പുഷ്കരൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഈ ചാനലിൽ കേട്ട ഒരു വിവരത്തോടൊന്ന് പ്രതികരിക്കാനുള്ളത്, ഇന്നലെ ഒരു ചാനൽ ഒരു ആശ എന്ന പേരിൽ രംഗത്ത് വന്ന ഒരാളിനോട് ചോദിക്കുമ്പോൾ 32 വർഷമായിട്ട് അവർ ആശാപ്രവർത്തനം നടത്തുന്നു എന്നാണ് ചാനൽ റിപ്പോർട്ടോട് ഒരു ബഹുമാന്യായ വനിത പറഞ്ഞത്. 2008 ആരംഭിച്ച ആശാപ്രവർത്തനത്തിൽ 32 വർഷമായിട്ട് അവർ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ടത്രേ. ഏത് തരത്തിലാണ് ഈ ആശമാരുടെ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒന്നാമത്തെ എന്ന് മാത്രമല്ല, ഇത് മനസ്സിലാക്കിയ മാധ്യമ പ്രവർത്തകൻ അവരോട് തിരിച്ചു ചോദിക്കണ്ടേ? ആശാപ്രവർത്തനം തുടങ്ങിയിട്ട് വെറും 17 വർഷമായിട്ടുള്ളൂ, പിന്നെ എവിടെയാണ് 32 വർഷം നിങ്ങൾ പണിയെടുത്തത് എന്നൊന്ന് ചോദിക്കണ്ടേ ആ മാധ്യമ പ്രവർത്തകൻ? ദീപയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. ശ്രീ സമ്പത്ത് പറയൂ.
യു ഡി എഫിന് വേണ്ടിയാണ് SUCA ഉൾപ്പെടെയുള്ള ചില ഈ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത് എന്ന് ദീപ വിശ്വസിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. BMS അതിൻ്റെ കേരള സംസ്ഥാന ഘടകം ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ സമരത്തിന്. ആ നോട്ടീസിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ഇഫ് ദ ഇഷ്യൂ ഈസ് നോട്ട് റിസോൾവ്ഡ് അമിക്കബിളി, ദ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ്, അവിടെ പറയുന്നുണ്ട് ഒരു വർക്കേഴ്സ് എന്ന് തന്നെ പറയുന്നുണ്ട്, വളണ്ടിയർ എന്നല്ല, ഭാഗ്യം, ലെഡ് ബൈ ദ BMS വിൽ ബി കമ്പൾഡ് ടു ഗോ ഓൺ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്നുള്ള നിലയിലേക്ക്. ഇപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഈ ഊരി വിഷസർപ്പം പുറത്തു വരുന്നത് എങ്ങനെയെന്നുള്ളത് കണ്ടല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ അതാണ് കറക്റ്റ് ആണത്. അതിന്റെ വിമാനം ഹൈജാക്ക് ചെയ്യാനായി ഒരാൾ മതി, ഒറ്റ ആൾ മതി ഒരു വിമാനം ഹൈജാക്ക് ചെയ്യാൻ. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ചർച്ചയെ ക്രോഡീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും അപകടകരമായ പാതയിലൂടെ പോവുകയാണ് കോൺഗ്രസ്. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കാൻ ദുർബലമാകുന്നു കേരളത്തിലെ പ്രതിപക്ഷം എന്നുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിനെ ആ അർത്ഥത്തിൽ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണ് എന്നും പറയേണ്ടി വരും. പക്ഷേ ആ രാഷ്ട്രീയത്തെ കേരളം കരുതലോടുകൂടി തന്നെ കാണും എന്ന പ്രതീക്ഷയാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയാനാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസോടൊപ്പം നമസ്കാരം.